2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ പോരാട്ടം നടക്കുന്ന ഒരു പ്രധാന മണ്ഡലമായിരിക്കും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പോരാട്ടമാണ് പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലമായ 38 വോട്ടുകൾക്ക് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രൻ കെ മുസ്തഫ പരാജയപ്പെട്ട മണ്ഡലം നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLA കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ വിജയം കൈവരിച്ച മണ്ഡലമായിരുന്നു പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. കേവലം 38 വോട്ടുകൾക്ക് മാത്രമാണ് നജീബ് കാന്തപുരം വിജയിച്ചത്. ആ മണ്ഡലം മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യമാണ്. ആ ദൌത്യത്തിന്റെ അണിയറയിൽ അതിശക്തമായ ഒരുക്കങ്ങളാണ് CPIM നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി വീണ്ടും ജനകീയ പ്രവർത്തനങ്ങളുമായി പെരിന്തൽമണ്ണയിൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന നജീബ് കാന്തപുരത്തിന് തറ പറ്റിക്കാൻ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ചിന്തയിലാണ് ഇടതുപക്ഷമുള്ളത്. അങ്ങനെയെങ്കിൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും മലപ്പുറത്ത് ജനകീയ മുഖവുമുള്ള മലപ്പുറം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് പരാജയപ്പെട്ട മലപ്പുറത്ത് പൊതുവെ നല്ല സ്വാധീനമുള്ള മുസ്ലിം പേരുകൂടിയുള്ള ഇടതുപക്ഷത്തിന്റെ കരുത്തനായ നേതാവ് DYFIയുടെ വസീഫ് പെരിന്തൽമണ്ണയിൽ മത്സരത്തിനുമെത്തുമെന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വസീഫ് മത്സര രംഗത്തേക്കെത്തിയാൽ ഏറ്റവും കരുത്തുള്ള ഏറ്റവും കടുത്ത ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ പെരിന്തൽമണ്ണയിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടതുപക്ഷം വസീഫിനോട് പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചു എന്ന വാർത്തകൾ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വസീഫ് പെരിന്തൽമണ്ണയിലെത്തിയാൽ ഏറ്റവും ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തിയ IAS അക്കാദമി പോലും സ്ഥാപിച്ച് വളരെ ജനകീയമായ പ്രവർത്തനങ്ങൾ നടത്തിയ നജീബ് കാന്തപുരം UDFിനു വേണ്ടി മുസ്ലിം ലീഗിന്റെ നജീബ് കാന്തപുരവും രംഗത്തിറങ്ങിയാൽ കരുത്തുള്ള ഒരു പോരാട്ടത്തിന് തന്നെ പെരിന്തൽമണ്ണ സാക്ഷിയാകുമെന്നത് ഉറപ്പാണ്.